ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും വാങ്ങിച്ച മട്ടയരി വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച മട്ടയരിയാണിത്. 250 മില്ലിൻ്റെ ഗ്ലാസിൻ്റെ അളവിന് നിറയെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ മട്ടയരി വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാമെന്ന്. നമ്മൾ പല ആൾക്കാരും ചോറാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന്. അപ്പോൾ ഞാനിത് രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത്. ഇതൊരു 8 മണിക്കൂറെങ്കിലും കുതിർന്ന് വരണം. ഞാനിത് കുതിർത്ത് വെക്കാം. രാത്രി കുതിർത്ത് വെച്ച അരിയാണ്. ഞാനൊരു 4 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് സ്ട്രെയിനറിലിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്തതാണിത്. അപ്പോൾ ചെറിയൊരു നനവ് നമുക്ക് വേണം അരി, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അരി ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മട്ടയരിയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതലായി പോകാൻ പാടില്ല, കാരണം മട്ടയരിയിൽ കുറച്ച് ഉപ്പിൻ്റെ ഒരു അംശം കൂടി ഉണ്ടാകുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതൊരു 2 പ്രാവശ്യം ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അരി പൊടിക്കാനായി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ബാക്കിയുള്ള അരിയും കൂടി പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള അരി കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സാധാരണയായിട്ട് പൊടിക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കൽ. ഈ അരിപ്പൊടിയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചെറിയൊരു നനവുണ്ടാവും. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ടൊരു ഉണ്ടയായിട്ട് വരുന്ന കാണാം. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ ഏത് അരി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതിനേക്കാളും എത്രയോ സോഫ്റ്റാണ് ഈ മട്ടയരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയായാലും ജയ അരിയായാലും നമുക്ക് പുട്ടുണ്ടാക്കാം. പക്ഷെ അതിൽ നിന്നും എത്രയോ ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റുമാണ് ഈ മട്ടയരി പുട്ട്. നമുക്കിനി പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടും കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കുറ്റിയിൽ തേങ്ങയും അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. തേങ്ങ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട ശേഷം നമ്മളൊന്ന് നോക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയനോ എന്ന്. പൊടി ഇട്ട് കൊടുക്കാം. പൊടി മുകൾ ഭാഗത്തിട്ട ശേഷം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, കാരണം മട്ടയരി ആയതുകൊണ്ട് വെന്ത ശേഷം കുറച്ചങ്ങോട്ട് താഴ്ന്നു പോകും. അതുകൊണ്ട് കുറച്ചുകൂടി മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗത്തും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഇറക്കി വെച്ച് കൊടുക്കാം. മട്ടയരിക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അതുവരെ നന്നായി ആവി വരട്ടെ. 6 മിനിറ്റായി, നന്നായി ആവി വന്നിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി ഇറക്കി വെക്കാം. പുട്ടുകുറ്റി ഇറക്കി വെച്ച ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പുട്ടെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചൂടോടെയുള്ള പുട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
ഈ പുട്ടിൻ്റെ സോഫ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്, അത്രയും സോഫ്റ്റുമാണ്. ചൂടോടെ കഴിക്കുമ്പോഴാണ് പുട്ടിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. കണ്ടില്ലേ? അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടേരി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കണം. കടയിൽ പോയിട്ട് പുട്ടുപൊടി പാക്കറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റേഷൻ അരി, പുഴുങ്ങലരി ആയാലും മട്ടേരി ആയാലും ജയ അരി ആയാലും നമുക്ക് പുട്ടുണ്ടാക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ഉള്ളത്. അതുപോലെ ധാരാളം ഫൈബർ കണ്ടൻറ്റുള്ള ഒരു അരിയാണ് മട്ടേരി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ല് കൂടി കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയുണ്ട്, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.